വിഷുവിന് കണി വെച്ച ചക്കയാണ് കേട്ടോ ഇത്. ഒരു കുഞ്ഞു ചക്ക. അപ്പോൾ ഇത് വെച്ചിട്ട് ഇടിച്ചക്ക തോരൻ വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ മുള്ളൊക്കെ അരിഞ്ഞ് മാറ്റി അവിടെ എല്ലാം അലമ്പായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കയ്യിലൊക്കെ കറ പറ്റുന്നു, എണ്ണ തേക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു വിഷുവിൻ്റെ, പൈനാപ്പിൾ. അപ്പം പൈനാപ്പിൾ വെച്ചിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. തോരന് വേണ്ടിയിട്ട് തേങ്ങയിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടായിരുന്നു. പൈനാപ്പിളും കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കൊക്കെ ഇടിച്ചക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചതച്ചെടുക്കണമല്ലോ. അങ്ങനെ ഞാനൊരു ഇടികല്ലിലോട്ട് ഇത് കുറേശ്ശെ ഇട്ട് ഒന്ന് ചതച്ച് മാറ്റിയെടുത്തു. തോരന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമേ എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വാട്ടിയതിന് ശേഷം തോരൻ്റെ അരപ്പ് അതിനകത്തോട്ടിട്ട് അതും ഒന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇടിച്ചക്കയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. ഇനി നമ്മുടെ പൈനാപ്പിൾ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തൈരും പിന്നെ കടുകും കൂടെ വറുത്തൊഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ പൈനാപ്പിൾ കറിയും റെഡിയായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ്